ഇപ്പം മുതലേ പടത്തിൽ അഭിനയിക്കാനുള്ള ആഗ്രഹമായിട്ട് നടന്ന സമയത്ത് അന്ന് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളൊന്നും ഇല്ലല്ലോ, റീൽസും. അപ്പോൾ സ്കൂൾ യുവജനോത്സവങ്ങൾ, അതായത് സ്കൂൾ യുവജനോത്സവങ്ങളിൽ നിന്ന് സംവിധായകർ നടന്മാരെ സിനിമയിലേക്ക് എടുത്തു. മോനിഷ, വിനീത്, അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ മോണാക്റ്റും കഥാപ്രസംഗമൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. അന്ന് മുതൽ എന്നെ പഠിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ്. പൊന്നാനിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മോണാക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അന്ന് കുട്ടികളെല്ലാവരും മത്സരിക്കും. ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മോണാക്റ്റ് കിട്ടുകയാണെങ്കിലേ മത്സരിക്കുള്ളൂ. മാതാപിതാക്കൾ മത്സരിക്കും ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മോണാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. സൈക്കിളിൽ ഡെയിലി ചവിട്ടി വന്ന് നമ്മൾ മോണാക്റ്റ് പഠിപ്പിച്ച്, ആദ്യം എന്നെ മലയാളം പഠിപ്പിച്ചു. മലയാളം എനിക്കറിയില്ല, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. ഇംഗ്ലീഷ് അറിയാത്ത കാരണം അവിടെ നിന്ന് പുറത്താക്കി. അവസാനം മലയാളത്തിൽ എന്നെ വന്ന് ചേർന്നു 9ാം ക്ലാസ്സിൽ. അപ്പോൾ മലയാളം പഠിപ്പിച്ചു തുടങ്ങിയതാണ്. പിന്നീട് മോണാക്റ്റ്, കഥാപ്രസംഗം എല്ലാം പഠിപ്പിച്ച ഉണ്ണികൃഷ്ണനായിട്ടാണ്. നാടകം. താങ്ക് യു. എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുക. എല്ലാവരും ഒന്ന് മുന്നോട്ട് നമ്മുടെ സിബി സാറിന്റെയും കമൽ സാറിന്റെ അടുത്തേക്ക് നിൽക്കുക. എല്ലാവരുടെയും അനുവാദത്തോടും സ്നേഹത്തോടും എല്ലാവരും ചേർന്ന് നിൽക്കുക. സ്നേഹത്തോടും ഒക്കെ കൂടി ഇവിടെ ഈ നിമിഷം നമ്മൾ ആദരിക്കാൻ പോവുകയാണ്. 100 സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷൈൻ ചേട്ടനെ നമ്മൾ ആദരിക്കുക. എല്ലാവരും ചേർന്നേക്ക് ഫോട്ടോ എടുക്കാനുള്ളതാണ്. അതുപോലെ ഒത്തിരി ക്യാമറകളുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്നിച്ച് നിങ്ങളുടെ അനുവാദത്തോടുകൂടി, സ്നേഹത്തോടുകൂടി വിവേകാനന്ദൻ വൈറലാണ് എന്ന ഈ ചിത്രത്തിന്റെ 100 സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ സ്വന്തം ഷൈൻ ടോം ചാക്കോ ഇവിടുത്തെ 2 മലയാളത്തിന്റെ പ്രിയ സംവിധായകർ 2 പേരും ചേർന്ന് ആദരിക്കുകയാണ്. ഒപ്പം ഇനി ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനുവേണ്ടി നമ്മുടെ ഈ സിനിമയുടെ തന്നെ 2 പ്രൊഡ്യൂസേഴ്സായ നസീർ സാറിനെയും അതുപോലെ തന്നെ ഷെല്ലി സാറിനെ ക്ഷണിക്കുന്നു. അവർ 2 പേരും ചേർന്ന് പൊന്നാട അണിയിച്ചുകൂടി ചേട്ടനോട് ചേർന്ന് ആദരിക്കുന്നു. ഇനിയാണ് നമ്മുടെ വിവേകാനന്ദൻ നമ്മളോട് മിണ്ടാൻ പോകുന്നത്. ഇത്ര നേരമൊന്നും മിണ്ടലല്ല. +2 പഠനം കഴിയുന്നതോട് കൂടിയിട്ട് മമ്മിക്ക് ഏകദേശം മനസ്സിലായി എനിക്ക് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള താല്പര്യമില്ല. അപ്പോൾ +2 പരീക്ഷയുടെ എക്സാം ഹോളിഡേയ്സിൻ്റെ സമയത്ത് മമ്മി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നീ സാറിനെ പോയിട്ടൊന്ന് കണ്ടോ, കാരണം സിനിമയിൽ എന്തെങ്കിലും ഒരു പണി കിട്ടാതിരിക്കില്ല. അപ്പോൾ ഞാൻ മമ്മീനോട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് മമ്മി അറിയാതെ കറുപ്പ് പാഡിൽ മോണാക്റ്റിന് ഫസ്റ്റ്, കഥാപ്രസംഗത്തിന് അങ്ങനെ കിട്ടിയ പേപ്പർ കട്ടിങ് ഒക്കെ ഒട്ടിച്ചിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അതും പിടിച്ച് ഞാൻ കൊടുങ്ങല്ലൂർക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് എനിക്കറിയാവുന്ന പിന്നെ കമൽസാറിൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോറിക്ഷക്കാരൊക്കെ അവിടെ കൊണ്ടുവന്നാക്കും. അവിടെ ചെന്ന് നോക്കിയപ്പോൾ സെബൂർ ആൻറ്റിയാണ് ഉള്ളത്. അപ്പോൾ സെബൂർ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ചാക്കോച്ചേട്ടൻ്റെയും മരിയ ടീച്ചറുടെയും മോൻ പൊന്നാനിയിലുള്ളത്. അപ്പോൾ ടീച്ചർക്ക് ഓർമ്മ വന്നു, ഞാൻ സാറിനെ കാണാൻ വന്നതാണ്. ഞാൻ മോണാക്റ്റിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, നാടകമൊക്കെ കളിക്കുന്നുണ്ട്, നാടകത്തിൽ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കാം. അയ്യോ, സാറ് ഇവിടെ ഇല്ലല്ലോ, സാറ് എറണാകുളത്തോ ഷൂട്ടിങ്ങിനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്പർ എന്തെങ്കിലും തന്നാൽ ഞാൻ വിളിച്ചു നോക്കായിരുന്നു. അപ്പോൾ വീട്ടിലെ നമ്പറും തന്നു. പിന്നീട് ഞാൻ തിരിച്ചു പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പോഴൊക്കെ സെബൂർ ആൻറ്റിയാണ് എടുക്കണം, അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരും. എന്നിട്ട് സാറ് ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് പറയണം. പരീക്ഷയാണെങ്കിൽ തുടങ്ങാറുമായി. പരീക്ഷയിൽ എന്തായാലും നമുക്ക് പാസ്സാവുമെന്നുള്ളത് ഉറപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കൊല്ലവും വർഷാവസാനം പരീക്ഷ തുടങ്ങാറാകുമ്പോൾ ആലോചിക്കുന്ന സാറിനെയാണ്, സിനിമയിൽ കമൽ സാറുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. കാരണം നമുക്ക് പൊന്നാനിയിൽ ജനിച്ചു വളർന്ന ഒരു പയ്യനെ സംബന്ധിച്ച് കൊച്ചി അല്ലെങ്കിൽ മദ്രാസിലുള്ള സിനിമ എപ്പോഴും തിയേറ്ററിലാണ് അടുത്ത് വരിക, അല്ലാതെ സിനിമ ലോകത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോഴാണ് ഈ ചെറിയ ഇൻ്റർവ്യൂസ്, ഗൃഹലക്ഷ്മി, വനിത, മഹിളാരത്നത്തിലൊക്കെ വരുന്ന ലാലുചേട്ടൻ്റെ അല്ലെങ്കിൽ അക്കുചേട്ടൻ്റെ, ദിലീപേട്ടൻ്റെ ഒക്കെ ഈ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ കയറി കമലിൻ്റെ എന്നുള്ളൊരു ഐഡിയ. അപ്പോൾ ഈ കമൽ സാറാണല്ലോ എൻ്റെ ചെറുപ്പത്തിൽ അവിടെ വീടിൻ്റെ അടുത്ത് ആലപ്പടിയിൽ താമസിച്ചിരുന്നത്. വെറുതെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആയിട്ട് വരുന്ന ആളല്ല സാറ്, ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആയിട്ട് വരുമെന്ന്. അപ്പോൾ ഞാൻ പപ്പച്ചി ഉമ്മച്ചി എന്നാണ് വിളിച്ചിരുന്നത്. പപ്പലു ആണെങ്കിൽ ഡാഡി മമ്മിന്ന്, അങ്ങനെയാണല്ലോ പിള്ളേർ വിളിക്കുക.
അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സാറ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. കയ്യിൽ ഗുഡ് ഡേ ബിസ്ക്കറ്റും ഉണ്ട്. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്നപ്പോഴെല്ലാം മനസ്സിലായി ഗുഡ് ഡേ ബിസ്ക്കറ്റാണ് അവിടെ കൊടുക്കണേ. ലൊക്കേഷനിൽ വന്നപ്പോൾ നമ്മളുടെ ലൊക്കേഷനിൽ ഞാൻ കാണുമ്പോൾ സാറിന് ഗുഡ് ഡേ ബിസ്ക്കറ്റ്, ഞങ്ങൾക്ക് ക്രാക്ക് ജാക്ക്. അപ്പൊ മനസ്സിലായി ഇത് എവിടെ വെറുതെ പറഞ്ഞ. അപ്പോ അങ്ങനെ എവിടെ ഞാൻ പറഞ്ഞു തരുന്നേ വേണ്ടിയിട്ട്. അപ്പോൾ ഡയറക്ടർ ആവാൻ വേണ്ടി അസിസ്റ്റന്റ് ആവാം, പക്ഷെ എനിക്ക് ഉള്ളിലെ ആഗ്രഹം അഭിനയിക്കാനുള്ളതാണ്. അപ്പം ഞാനെന്ത് ചെയ്യും? ഞാൻ നോക്കിയിട്ട് സിനിമയിൽ ആക്ടർ ആവാൻ ചാൻസ് ചോദിക്കുക എന്നല്ലാതെ വേറൊരു വഴി കാണുന്നില്ല. ആ ഇടയ്ക്കാണ് ദിലീപ് ഏട്ടൻ്റെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടു തുടങ്ങും. കമൽ സാറിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി കയറിപ്പറ്റി നടനായി നായകനായി. അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത്. അപ്പോൾ കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായ നടനാവാം, ഡയറക്ടർ മാത്രമല്ല. അപ്പോൾ അതൊക്കെയാണ് എല്ലാ കൊല്ലവും കൊല്ല പരീക്ഷയുടെ സമയത്ത് നമ്മൾ ആലോചിക്കണത്, അല്ലെങ്കിൽ നമുക്ക് ഊർജ്ജം തരുന്നത്. അങ്ങനെ കഷ്ടി ജയിച്ച് 9ാം ക്ലാസ്സിൽ മാത്രം 2 വർഷം പഠിച്ചു. ആ കൊല്ലങ്ങൾ അങ്ങനെയായിരുന്നു. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് തന്നെ മാറ്റി മലയാളം മീഡിയത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഒന്നുകൂടി പഠിക്കണം, എല്ലാ രസാഗു പുസാഗു എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിലേക്ക് പഠിക്കേണ്ടല്ലോ. അപ്പോൾ മലയാളം അറിയില്ല എന്ന് മനസ്സിലായി, ഇംഗ്ലീഷ് അറിയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ ഇടയിൽ 7ാം ക്ലാസ്സിലൊരു സംഭവം ഉണ്ടായി. സാറ് നവരത്ന ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് പൊന്നാനിയിൽ വീണ്ടും വന്നപ്പോൾ ഞാൻ സാറിനെ കാണാൻ പോയി. സ്റ്റേജിൻ്റെ പിന്നിൽ കൂടെ പരിപാടി നടക്കുന്ന ഫ്രണ്ടിൽ കൂടെ കയറി വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബാക്കിൽ കൂടെ പോയിട്ട് സാറിനെ തോന്നി, സാറേ ഞാൻ ഷൈൻ ചാക്കോ ചേട്ടൻ്റെയും മരിയ ടീച്ചറുടെയും മോൻ ആനപ്പടിയിലുണ്ടായിരുന്നു. അപ്പോൾ സാറ് എന്താ കാര്യം? അല്ല, എനിക്ക് ഡാഡി കാലിൽ ആണികുത്തി തുരുമ്പ് കയറി ആകെ പോയസനായിട്ട്, അല്ല എന്താ പറയുക, ടെറ്റ്നസ് ആയിട്ട് കിടക്കുകയാണ്, സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സാറ് ചെറിയ പയ്യനല്ലേ, 7ാം ക്ലാസ് പഠിക്കണം. സാറും ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. 2 പേരും കൂടി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മീനെ കൊണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് വാങ്ങി തരണമെന്ന് പറഞ്ഞു. അന്ന് അഴകിയ രാവണ റിലീസ് ചെയ്തു. പിന്നെ സാറിൻ്റെ ആദ്യം മുതലുള്ള ഉണ്ണികളെ ഒരു കഥ പറയാൻ മുതൽ എല്ലാം കുട്ടികളെ എനിക്ക് കാണാം. അപ്പോൾ കുട്ടികൾക്കും അവസരം കൊടുക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് അഭിനയിക്കാൻ ഇടയുള്ള ഒരു ചിത്രമാണ് സാർ എടുക്കുന്നതെന്ന് മനസ്സിലായി. അഴകിയ രാവണ ഒന്ന് കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ കാവ്യയുടെ കുട്ടിക്കാലം, മമ്മൂക്കയുടെ കുട്ടിക്കാലം, ശ്രീനിയുടെ കുട്ടിക്കാലം, ഫുൾ കുട്ടിക്കാലം. കുട്ടിക്കാലങ്ങളിൽ അന്ന് മമ്മൂക്ക ഉമ്മ വെച്ചിട്ടാണല്ലോ പ്രസിഡൻ്റായിട്ട് നാട് കിടന്നത് കാവ്യനെ ചെറുപ്പത്തിൽ. അപ്പോൾ അങ്ങനത്തെ സീൻസ് കുട്ടികൾക്ക് കിട്ടും. ഓക്കെ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം ഞാൻ വീട്ടിൽ വിളിച്ചു കൊടുത്ത് സാറും സുഭാവിക്കുകയും ചായ കുടിച്ചു. അപ്പോൾ സാറിനോട് മമ്മി പറഞ്ഞു, നീ പറയാനുള്ളത് പറയാം. അപ്പം ഞാൻ പെട്ടെന്ന് എന്താ പറയാനുള്ളത്? അല്ല, ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് തന്നെ എനിക്ക് തന്ന ആ പ്രോഗ്രാമിൻ്റെ ആ കാർഡ് ഞാൻ സാറിന് കൊടുത്തു. സാർ അതിൽ സ്നേഹപൂർവ്വം കമലിന് എഴുതി. ഞാൻ ഇന്നും ഓട്ടോഗ്രാഫ് എഴുതുന്നത് അങ്ങനെയാണ്, സ്നേഹപൂർവ്വം മരിയ ടീച്ചറിനെ ആനപ്പടിയിലുള്ളത്. നീ എന്താ ഇവിടെ? അല്ല സാറേ, എനിക്ക് സാറിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒരു സിനിമയിൽ വർക്ക് ചെയ്യണം. എനിക്ക് പരീക്ഷയല്ലേ, കാരണം പപ്പുലുവിന് പരീക്ഷ എന്നുള്ളത് അറിയാം, +2ൻ്റെ. പോയി പരീക്ഷ എഴുതിയിട്ട് വാന്ന് പറഞ്ഞു. അത് കേട്ടത് ഞാൻ പിന്നെ അവിടെ നിന്നില്ല. ഞാൻ പോയി പരീക്ഷ എഴുതിയിട്ട് വാ എന്നുള്ള വാക്കിലാണ് ഞാൻ പിടിച്ചത്. ഒറ്റ പോക്ക് പോയി വീട്ടിലെത്തി. മമ്മി റെഡി ആയിട്ടുണ്ട്, അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട്. സാറിനെ സിനിമയിൽ എടുത്തിട്ടുണ്ട്, പരീക്ഷ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ. അപ്പം മമ്മി പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചു ചോദിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഭാഗ്യം. പിന്നീട് ഞാൻ കാത്തിരിപ്പ്, കാരണം അടുത്ത പടം ആവണ്ടേ, അടുത്ത പടമാകുമ്പോൾ വാങ്ങാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പടം ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് ആ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ, അതായത് റിസൾട്ട് കാത്തിരിക്കുന്ന സമയത്ത്, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പണി പാടും. അതിന് മുന്നേ എന്തെങ്കിലും സെറ്റാവണം. പത്രത്തിൽ കമൽ ചിത്രം തുടങ്ങുന്നു, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ലൊക്കേഷൻ. അപ്പം തന്നെ മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ഞാൻ പോവാണ്. അന്ന് ഞാൻ അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത് തൃശ്ശൂർ. ഒരു കവറിൽ 2 ഡ്രസ്സ് ജോഡി എടുത്ത് ഇപ്പോൾ അതിന് ലൊക്കേഷനിലെത്തി. എഞ്ചിനീയറിംഗ് കോളേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ. അവിടെ എത്തിയപ്പോൾ സിദ്ധുവും ജിഷ്ണുവാണ് അന്ന് അഭിനയിക്കണത്. അവർ നമ്മൾ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ കോളേജ്. +2 കഴിഞ്ഞിട്ട് ചെന്നെത്താൻ പറ്റുന്ന സ്ഥലം തന്നെ കോളേജ്. ഒരുപാട് പിള്ളേരും. അപ്പോൾ ഞാൻ ഈ പിള്ളേരൊക്കെ വെക്കേഷനായിട്ട് എന്തൊക്കെ പടത്തിൽ അഭിനയിക്കാൻ വന്നതായിരിക്കും ഇത്രയധികം ആൾക്കാർ. അപ്പം നമ്മളിതിൽ കാണുന്നില്ല, ഞാൻ സാറിനെ കാണുന്നുണ്ട്. അപ്പോൾ സാറ് ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ 2 പേര്. സുഖമായിട്ടുണ്ട് ക്യാമറ ചെയ്യാൻ. അപ്പോൾ ഞാൻ സുഖമായിട്ട് അത്യാവശ്യം നല്ല വലിയ ക്യാമറയ്ക്കും ക്രെയിനിലൊക്കെ ഇരിക്കുന്നത്.
രണ്ടുപേരും ഇറങ്ങി വരുന്ന ഒരു ഷോട്ടാണ് ആദ്യം എടുത്തത്. ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്നത് സാറ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കയ്യടിയൊക്കെ ഉണ്ട്. ആ ഷോട്ട് കഴിഞ്ഞ് രേണുകയുടെ ഒരു ഷോട്ട് എടുക്കാൻ അപ്രോച്ചിങ് ഷോട്ട് ട്രാക്കിലിട്ടുള്ളൂ. അപ്പോൾ മനോഹരമായിട്ടുണ്ട് നമ്മുടെ ട്രെയിനിലെ മനോഹരമായിട്ട് കുട പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാച്ചുകൾ വീണുണ്ട് രേണുകയുടെ. അപ്പോൾ ഈ പാച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ 2-3 ടേക്ക് കഴിഞ്ഞപ്പോൾ മനോഹരമായിട്ടും എല്ലാം കുട വെച്ചിട്ട് ബാക്കിലേക്ക് പോയി. അതിൻ്റെ ഇടയിൽ ടേക്ക് 3-4 ഒക്കെ വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കുട എടുത്തിട്ട് കട്ട് ചെയ്ത് തുടങ്ങിയിലേക്ക്. അപ്പോൾ സാറ് നോക്കുമ്പോൾ ഓക്കെ റെഡി അല്ലേ? അപ്പോൾ ഞാൻ റെഡി. അങ്ങനെ ടേക്ക് ഓക്കെ ഓക്കെ ഫസ്റ്റ് കൊടുത്തിട്ട് വർക്ക് തുടങ്ങി. അപ്പം തന്നെ സാർ പാക്കപ്പും വിളിച്ചു ഓടി കാറിൽ കയറുമ്പോൾ ഞാൻ സാറേ ഞാൻ ചാക്കോച്ചേട്ടൻ്റെയും മരിയ ടീച്ചറുടെയും മോൻ പൊന്നായിട്ടുള്ള നീ എന്താ അവിടെ? അല്ല സാറ് അടുത്ത പടത്തിൽ വരാൻ പറ്റില്ല, ഞാൻ ജോയിൻ ചെയ്തു, ഞാനാണ് കുടയൊക്കെ പിടിച്ചത്. അല്ല സാറേ അപ്പോൾ പറഞ്ഞു നീ ഹോട്ടലിലേക്ക് വരാമല്ലോ. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കണതല്ല കേട്ടോ, താമസിക്കുന്ന ഹോട്ടൽ ലൂസി ഹോട്ടൽ. അവിടേക്ക് വന്നു. അവിടേക്ക് ചെന്നപ്പോൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തു. ഇടയ്ക്ക് ഞാൻ ഫോൺ വിളിച്ച് റിസപ്ഷനിൽ നിന്ന് സാറിനെ ഒന്ന് ഓർമ്മിപ്പിക്കും, സാറേ ഞാൻ ഇവിടെ ഉണ്ട് ചക്കച്ചോട്ടൻ്റെയും. അങ്ങനെ സാറ് എന്നെ റൂമിലേക്ക് വിളിപ്പിച്ചു. പിന്നെ ഭക്ഷണമൊക്കെ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം, പിന്നെ ഒരു അധിക ചിലവും ഉണ്ടാവില്ല, ഞാൻ ഡെയിലി വീട്ടിൽ നിന്ന് വന്നോളാം, എന്നെ നിർത്തി തന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഈ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പറഞ്ഞേക്കാന്ന് അറിയില്ലല്ലോ, ദുബായിലേക്കാ ബെർലിനിലേക്കാ സൗദിയിലേക്കാണെങ്കിൽ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ സാറ് പറഞ്ഞു അല്ല ഷൈന ഇപ്പം ആൾ കൂടുതൽ, ഇപ്പം തന്നെ ഒരാൾ കൂടുതലുണ്ട്, ആ ഒരാൾ പുതിയത് വന്നിട്ടുണ്ട്, അതാണ് നേരത്തെ സൗബിയും പറഞ്ഞ ഷംജു നിരക്ക് വീണെന്ന് പറഞ്ഞില്ലേ കുടുംബത്തിൽ നിന്ന്. അപ്പം അടുത്ത പടത്തിൽ സാറ് അടുത്ത പടത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോളാം, ഇങ്ങനെയൊക്കെ നിന്നോളാം സാറോ. ഒരു തരത്തിലും പോകും, കാരണം ഇത്തിരി ബോധമുള്ള ഒരാളാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി വിടാമല്ലോ. ഇതൊരു പയ്യനുമായി പോയി അല്ലെങ്കിൽ പിന്നെ സാറിനോട് ചോദിക്കാതെ വരും. എൻ്റെ ബുദ്ധിയിൽ വന്നത് സാറിനോട് ഇനി വിളിച്ചു ചോദിച്ചാൽ സാറ് അടുത്ത പടം എന്ന് വീണ്ടും പറയും വരണ്ടാന്ന്. അത് കാരണം ഞാൻ നേരത്തെ സാറിനോട് പോലും ചോദിക്കാതെ ജോയിൻ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അകത്തൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സെലീം പുതിയൊരാൾ കൂടി വരുന്നുണ്ടോ എന്തുകൊണ്ട് സെലീം. അപ്പോൾ സാറ് പറഞ്ഞു സെലീനെ പോയി കണ്ടാൽ മതി. അപ്പോൾ സെലീം എന്ന് പറയുമ്പോൾ എനിക്ക് ഞാനത് ഏത് സെലീം എന്നുള്ളത് അന്വേഷിച്ചെടുക്കണം. പിറ്റേ ദിവസം ഞാൻ വന്നു, ഞാൻ ലൊക്കേഷനിലോ സെലീം അന്വേഷിച്ച് നടക്കുക. അതിൻ്റെ ഇടയിലാണ് എന്നെ ഇവിടെ നിർത്തും, എന്നിട്ട് ഇങ്ങോട്ട് നടക്കാൻ പറയും, എന്നിട്ട് അവിടെ നിർത്തി ഇങ്ങോട്ട് നടക്കും. അത് നമ്മുടെ സുഗീത് വിചാരിച്ചാൽ ഞാൻ ഇത് ജൂനിയർ ആർട്ടിസ്റ്റ് പയ്യനാണ്, കോളേജല്ലേ, അപ്പോൾ ഒരേ പ്രായത്തിലുള്ള പിന്നെ. അപ്പം ഞാൻ വിചാരിച്ചതായിരിക്കും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ പണി, ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക. അപ്പം ഞാൻ സുഗീതായിട്ട് ഞാൻ അതൊക്കെ നീ ഇവിടെ നിന്നാൽ മതി, ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നടന്നു നോക്കും. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ പറയണത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പുതിയത് വന്നത്, നീയാണ് പുതിയത് വന്നത്, നിന്നെ 2 ദിവസമായി ഇവിടെ അന്വേഷിച്ചിറങ്ങും. സാറ് സെലീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്ന്. ഓക്കെ, അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയതാ. അന്ന് ആദ്യമായിട്ട് പെട്ടി ചുമന്നത് കഥ കൊണ്ടുപോകണത് നമ്മളാണെന്ന് പറയാം, ഞാനും ക്ഷമിച്ചു. അങ്ങനെ സ്ക്രിപ്റ്റ് ബോക്സ്. അപ്പോൾ നമ്മൾ തമാശയിൽ പറയും ഇവരൊക്കെയാണ് അഭിനയിക്കുന്നത്, കഥ കൊണ്ടുപോകണത് നമ്മളാണ്. കാരണം രാവിലെ ചുമന്ന് കൊണ്ടുപോയി ആ പെട്ടി അവിടെ വയ്ക്കും. അതാണെങ്കിൽ ഇത്രയും വലിയ പെട്ടി നമ്മൾ വരെ പൊന്തിച്ചിട്ടുണ്ടാവില്ല. എല്ലാ ദിവസവും കൊണ്ടുവരണം, എല്ലാതും പെട്ടെന്ന് എപ്പോഴാണ് ചോദിക്കാന്ന് അറിയില്ല. അങ്ങനെ അതവിടെ വരെ എത്തി. ഇതെങ്ങനെ പറഞ്ഞു ഒപ്പിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. മാനേജറായിട്ട് പിന്നെ കൺട്രോളറായി പ്രൊഡ്യൂസറായി ഷെഫീസായിട്ടാണ് ഞാൻ ആഷിഖിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷൈൻ്റെ മുടി വളർത്തിയിട്ട് ഒന്ന് കണ്ടു നോക്കാം. അത്രയും കാലം ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസം ഞാൻ വിചാരിച്ചത് ഇന്ന് ഈ ആക്ടർ ഡയലോഗ് തെറ്റിക്ക് ശരിക്കും അഭിനയിക്കാതെ എനിക്ക് ചാൻസ് കിട്ടുന്നു. അങ്ങനെ കിട്ടാതെ 8-9 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ചാൻസ് കിട്ടിയത് എത്താമേൽ. അതിനുശേഷം എനിക്ക് ഉണ്ടായ കേസും അനുഭവങ്ങളും, അതിന് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു സിബിനെ പോയി കാണണം, സിബി സാറിനെ പോയി കാണണം. സിബി സാറ് തന്നെ വെച്ച് പടം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആണെന്നല്ലേ, അങ്ങനെ ചെയ്യാൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാവണം പോലെ. പക്ഷേ എനിക്ക് അതിൽ ലീഡ് ക്യാരക്ടർ തന്ന എൻ്റെ ഒപ്പം നടന്നവരാണ് സിബി സാറും പ്രസാദ്. അതിൻ്റെ ഇടയിൽ സബൂർക്ക് എൻ്റെ അടുത്ത് ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, ആ കേസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എടാ നീ വേറെ ഒന്നും ശ്രദ്ധിക്കണ്ട, സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അതെനിക്ക് വളരെയധികം എന്താ പറയുക, കാരണം ഞാൻ സൂപ്പറാൻറ്റിയുടെ അടുത്താണ് ആദ്യമായിട്ട് പോകുന്നത്, സാറിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ്. സൂപ്പറാൻറ്റിയാണ് ആ നമ്പർ തരുന്നത്. താങ്ക് യു.